ഹലോ. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ മദ്യപിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് പെട്ടെന്ന് ബൂസാകുന്നു? അല്ലെങ്കിൽ ഒരേ പ്രായമുള്ള, ഒരേ പൊക്കമുള്ള, ഒരേ വണ്ണമുള്ള ഒരു സ്ത്രീയും പുരുഷനും മദ്യപിക്കുമ്പോഴും അവർ സെയിം ക്വാണ്ടിറ്റി മദ്യപിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ മദ്യം പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളെ പെട്ടെന്ന് ബാധിക്കുന്നു? റീസൺ നമ്പർ 1, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മദ്യത്തിൻ്റെ വീര്യം കൂടുതൽ സമയം ബോഡിയിൽ നിലനിൽക്കുന്നതിന് ഈ കൊഴുപ്പ് കാരണമാകാറുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കൊഴുപ്പ് വളരെ കൂടുതലാണ്. റീസൺ നമ്പർ 2, നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വെള്ളം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മദ്യത്തിൻ്റെ വീര്യത്തെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് വെള്ളം ചെയ്യുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവാണ്. റീസൺ നമ്പർ 3, നമ്മൾ കഴിക്കുന്ന ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആൽക്കഹോൾ ആദ്യം അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു, പിന്നീട് അത് അസറ്റിക് ആസിഡായിട്ട് മാറുന്നു, വീണ്ടും അത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ടൊക്കെ മാറുന്നുണ്ട്. ഇങ്ങനെ മാറുന്നതിന് സഹായിക്കുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് ആൻഡ് ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസ് എന്നീ പേരുള്ള എൻസൈമുകളാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരെക്കാട്ടിലും ഈ ഡീഹൈഡ്രജനേസ് എൻസൈം വളരെ കുറവാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ റീസൺ. അതുകൊണ്ട് സ്ത്രീകൾ മദ്യപിക്കുന്നവർ ഓർക്കുക, പുരുഷന്മാരെക്കാൾ ശാരീരിക പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇനിയും പുരുഷന്മാരുടെ അത്രയും കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ബൂസാകാത്ത സ്ത്രീകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അറിയിക്കുക. മദ്യപാന രോഗസംബന്ധമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നന്ദി.